ഹലോ ഗെയ്സ്, നമുക്ക് നല്ല പഞ്ഞി പോലെ സോഫ്റ്റിൽ നെയ്പ്പത്തള്ളി ഉണ്ടാക്കാമല്ലോ. എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. നെയ്പ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് പച്ചരി എന്ന് പറയുമ്പോൾ ഏകദേശം 1/2 കിലോ എടുത്ത് വരും. പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് 5 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരിയാണ്. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പച്ചത്തേങ്ങ 1 മുറി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് ഇതേ ഗ്ലാസ്സിന് തന്നെ 1/2 ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉള്ളി, ഒരു മീഡിയം സൈസ് ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം കൂടി അരച്ചെടുക്കാം. ഞാനിത് 2 തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഉപ്പും കുറച്ച് 1/2 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്താൽ മതി. അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. സാധാരണ ജീരകം ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. പരമാവധി തിക്കായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി നമുക്കിതിലേക്ക് 1 പിടി അവൽ ചേർത്ത് കൊടുക്കാം. വെളുത്ത അവൽ 1 പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. കൈ കൊണ്ട് തന്നെ നന്നായി യോജിപ്പിച്ചെടുക്കണം. അവലെല്ലാം ചേർത്ത് നന്നായി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 5-10 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പോൾ 1 പിടി അവൽ ചേർത്ത് യോജിപ്പിച്ച് കൊടുത്താൽ മതി. പിന്നെ നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അവൽ ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നല്ലോണം അവലിട്ട് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വെള്ളം ചേർക്കേണ്ടി വരും. അതുകൊണ്ട് ആദ്യം കുറച്ച് അവലിട്ടിട്ട് നോക്കാം. മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ അരിമാവ് ടൈറ്റായി വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും ടൈറ്റായാൽ പോരാ, ഇത് കുറച്ച് വെള്ളം കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് 1 പിടി കൂടി അവൽ ചേർത്ത് കൊടുക്കേണ്ടി വന്നു. പരമാവധി നമ്മൾ ടൈറ്റായിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഇനി ഇത് ചപ്പാത്തിക്കും പൂരിക്കെല്ലാം റെഡിയാക്കുന്ന മാവിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കണം. അപ്പം ഇത് വേണമെങ്കിൽ അവൽ കുറച്ചും കൂടി ചേർത്തിട്ട് അതുപോലെ കുഴച്ചെടുക്കാം. അരിമാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഈ ചോറ് ചേർത്തതും കൊണ്ട് ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് കയ്യിൽ ചേർത്തിട്ട് ഇത് ഉരുട്ടിയെടുക്കണം. അരിമാവെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഞാൻ പത്തിരി പ്രസ്സിൽ വെച്ചിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. പത്തിരി പ്രസ്സിൽ കുറച്ച് എണ്ണ തേച്ചെടുക്കാം. അതിലേക്ക് ഉരുള വെച്ച് കൊടുക്കാം. എന്നിട്ട് അമർത്തിയെടുക്കാം. ഇത് നൈസായിട്ട് അമർത്തിയെടുക്കാൻ പാടില്ല, കുറച്ച് തിക്കായിട്ട് അമർത്തിയെടുക്കണം. ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി പൊങ്ങി വരുന്നുണ്ട്. തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നെയ്പ്പത്തളിയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നന്ന പൊങ്ങി വന്ന നെയ്പ്പത്തളിയാണ്. എന്താ